ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഡീടോക്സ് വാട്ടർ ഒന്ന് തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോഴും ചില ദിവസങ്ങളിൽ ABC ജ്യൂസ് ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഇതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തും കേട്ടോ. എന്നും ഒന്നല്ല, ആഴ്ചയിലൊരു 3-4 തവണ മാത്രമേ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ആപ്പിളും ഒരു നെല്ലിക്കയും 2 ക്യാരറ്റും 2-3 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാനായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു റിഫ്രഷിങ്, നല്ലൊരു എനർജി ഫീലൊക്കെ കിട്ടും ഈ ഒരു ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഡ്രിങ്കൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ തന്നെ പാലൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് റെഡിയായി വരട്ടെ. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിലോട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പഴം ഒന്ന് പുഴുങ്ങാനായിട്ട് 2 കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ആവിയേറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തണുപ്പൊക്കെ ഒന്ന് മാറാനും ഒന്നും കൂടെ ഒന്ന് ഇടിയപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ആവിയേറ്റി എടുക്കുന്നത്. അപ്പോൾ അത് മാവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പച്ചരി എനിക്ക് പൊടിച്ചിട്ട് നല്ല രീതിയിൽ വറുത്ത് തന്നിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്ത പാങ് തെറ്റിപ്പോയിട്ടുണ്ട്. അവർക്ക് മില്ലിൽ കൊടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇടിയപ്പം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ആവിറ്റി എടുത്തത് തന്നെ. അപ്പോൾ അത് ഇടിയപ്പ തട്ടിലോട്ട് കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം എണ്ണയോ നെയ്യോ തടവാൻ കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ വെച്ചെടുക്കാം. പിന്നെ അതാ ഒരു ഇടിയപ്പം ഞാൻ ഇതുപോലെ ആ ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു പ്രസ്സിൽ അതിലേക്ക് ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 തട്ടൊന്ന് വെച്ചിട്ട് അടച്ചൊന്ന് ഒരു 6 മിനിറ്റ് കൊണ്ടൊന്ന് റെഡിയായി കിട്ടിക്കോളും. പിന്നെ ഇതാ തലേദിവസത്തെ ചിക്കൻ കറി ബാക്കി കൊണ്ടിരുന്ന് അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചായയും ഇതിനിടയ്ക്ക് തന്നെ ഞാൻ റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ഇടിയപ്പം. നല്ല വിട്ട് ലെയറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മാവൊക്കെ നിങ്ങൾക്ക് പാകം തെറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആവിയേറ്റിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും കേട്ടോ. പിന്നെ അതാ ചിക്കൻ കറി കൂട്ടി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചത്തെ ലഞ്ചിൻ്റെ കാര്യം നോക്കുന്നത്. പിന്നെ അത് കുക്കറിലേക്ക് വെള്ളം വെച്ചു, അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കർ അടച്ചു കൊടുത്തു. അതൊന്ന് റെഡി ആവട്ടെ. പിന്നെ അത് അപ്പുറത്ത് ചെറിയൊരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് ഉപ്പിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 3 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പും, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം അല്ല, അതാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ചെറിയ ജീരകം അല്ലെങ്കിൽ സാജീരകം ചേർത്താലും നല്ലൊരു ഫ്ലേവറായി. നോർമലായിട്ടുള്ള റെഡ് ചില്ലിയില്ലേ, അതൊരു 3 ചില്ലിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചൊന്ന് മാറ്റി വെച്ചാൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 2 സവാളയും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. സവാള നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കും. പിന്നെ അത് ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് വഴിച്ചെടുക്കണേ. സവാളയുടെ നിറമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കണേ ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന് അതിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഒരു കറിവേപ്പില ചേർക്കുമ്പോൾ. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു മസാല തണുത്ത് വന്നിട്ട് അതൊന്ന് ഞാൻ ഒന്ന് പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 800 ഗ്രാമോളം ചിക്കനാണ്. അപ്പം എല്ലോട് കൂടിയിട്ടുള്ള പീസുകളാണ് എടുത്തിട്ട് ബോൺലെസ് പീസ് വേണമെങ്കിലും ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തെടുക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ചേർത്താൽ മതിയാക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ ഈ ഒരു ചിക്കൻ. അതായത് അടിക്കൊന്നും പിടിക്കില്ല, ചിക്കൻ ഒന്ന് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതൊരു 2 ടേബിൾ സ്പൂൺ ബാഡ്കി ചില്ലി പൗഡറാണ്. അതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് വെച്ച് തന്നെ കേട്ടോ. ഈ ഒരു മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുഴുവൻ മുളക് ഉണ്ടെങ്കിൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ബാഡ്കി ചില്ലിയിലെ ഒട്ടും തന്നെ എരിവ് കാണില്ല ഈ ഒരു മുളക് പൊടിക്ക്, നല്ല കളറായിരിക്കും കേട്ടോ. ആ ഒരു മുളക് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 എടുത്താൽ മതി അങ്ങോട്ട്. ചൂടുവെള്ളം ഒഴിച്ചൊന്ന് അടച്ചൊരു 1/2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു മസാല അതിൽ ആ ഒരു മുളകൊന്ന് ഇട്ടിട്ട് വറുത്ത് പൊടിച്ച് വെച്ചാലും മതി.
പിന്നെ അത് ആ ഒരു നമ്മൾ മുളകും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച മസാലയില്ലേ അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്തെടുക്കും. ആ ഒരു സ്മെല്ലിനനുസരിച്ച് ചേർത്തെടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന്. അപ്പോൾ ആ ഒരു മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ റൈസ് ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്, പരിപ്പൊന്ന് കുക്കായൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കടപ്പൊന്ന് മാറ്റിയിട്ട് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം പച്ചമുളകും 2 വെളുത്തുള്ളി ഇത്രയും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് ഒരു വന്നിട്ടുള്ള പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് മാറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഊറ്റി ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ആ ഒരു പരിപ്പ് കറിക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് ചെറിയ ഉള്ളി ചേർത്ത് താളിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സവാളാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സവാള ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിക്കൊന്ന് പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആ ഒരു സവാളയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയതിന് ശേഷം 2-3 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കണം, തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഗീ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കേട്ടോ, അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് മട്ടയരി ചോറാണ്. നമ്മളതാണല്ലോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മട്ടയരി ചോറും പിന്നെ ഒരു നാരങ്ങയും പിന്നെ ഡേറ്റ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു അച്ചാറാണ്. അതും പിന്നെ പരിപ്പ് കറിയും പപ്പടവും. ഇത് മാത്രം മതി, അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ്. ടേസ്റ്റിനെക്കാളും എനിക്കിത് കുറച്ച് ഭയങ്കര ഫ്ലേവറിനായിട്ട് ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന് കഴിക്കാനും നല്ലതാണ്. നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ ഒക്കെ പൊരിച്ചൊരു ടേസ്റ്റ്. സവാള ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും